കേരള എൻട്രൻസിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എൻട്രൻസ് ഒക്കെ എഴുതി കഴിഞ്ഞവരായിരിക്കും നിങ്ങൾ. അപ്പം ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് എൻ്റെ ഡേറ്റ് ഇവർ പറഞ്ഞിരിക്കുന്നത് ജൂൺ 20 മുൻപോ അല്ലെങ്കിൽ ജൂൺ 20 ആയിരിക്കും ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും അതിനോടനുബന്ധിച്ച് ജൂൺ 20 മുമ്പോ ജൂൺ 20 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതായത് എഞ്ചിനീയറിംഗിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും ബിഫാമിൻ്റെയും അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് ആൻഡ് ആയുർവേദിക് കോഴ്സുകളുടെയും റാങ്ക് ലിസ്റ്റ് 20 മുമ്പ് തന്നെ അല്ലെങ്കിൽ 20 തന്നെ പ്രസിദ്ധീകരിക്കും. ഈ ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സും അതിന് ശേഷം ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും കയ്യിൽ കരുതിയിരിക്കേണ്ട രേഖകൾ എന്ന് പറയുന്നത് ഒന്ന് ഡേറ്റ ഷീറ്റാണ്. അത് സിയുടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടൊരു സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസിൻ്റെ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പാസ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ TC മറ്റ് കാര്യങ്ങൾ വേണ്ടി വരും. പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ, സിയുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടി കഴിയുമ്പോൾ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, അത് വേണ്ടി വരും. പിന്നെ നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സമയത്ത് തന്നെ, ആപ്ലിക്കേഷൻ വിളിച്ച സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഒറിജിനൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ EWS ഒക്കെ അപേക്ഷിച്ചവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസർവേഷന് അത് അപേക്ഷിച്ചവരുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ആ ഒരു സമയത്ത് ഹാജരാക്കേണ്ടതായിട്ട് വരും. ഇനി ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള രേഖകളാണ് ഇപ്പോൾ കൈവശം കരുതിയിരിക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ രേഖകൾ വേണമെന്ന് തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുവരെ ബൈ.